We took 3 t-shirts. We went home. Sorry? Excuse me, I didn't get you. I didn't get you. Could you please repeat that again? After that? Okay, let me show you how to tell that. Okay. So, okay, let me tell you how to say that. So, if we eat the same food again and again, we will be fed up with that. Yeah, so you can say, after having the same meal for several times, you can say, I am fed up with that food. I am fed up with that food. Fed up. DROWSY, drowsy. How it is pronounced as drowsy. Okay, you can say. After that, I went home and I freshened up. You said that you had biryani yesterday. Then after having the biryani, you felt drowsy like mostly when we have biryani, you'll be feeling the same. I mean, that's the speciality of our Malbari biryani, especially biryani which was cooked in Calicut style. So they'll be using a lot of masalas, a lot of ingredients. A lot of spicy ingredients. So you'll be feeling drowsy. Okay, then I quickly had my breakfast. I think you wanted to go somewhere. That's why you did that very quickly, right? Like you ate in hurry. You said that you ate your breakfast quickly. Okay, that means you were hurry. You wanted to go somewhere. You wanted to do something just after that. We ate breakfast. Yeah, great then. Yeah, my husband went to office. What does he do? What does he do there? What does your husband do? This is my question. What does your husband do? Yeah, my husband is an accountant. Yeah, so he went to his office in the early morning today. He went to his office early morning today. Yeah, then. I was so tired, and also I think you were having temperature. You were having fever. Didn't you see any doctor? Yeah, I have been suffering from fever for 2 days. I am going to sleep means now you are going to do that. You are going to sleep now. അത് നമ്മൾ പ്രസന്റിൽ പറയുന്നതാണ്. ഇപ്പോൾ ഐ ആം ഗോയിങ് ടു കുക്ക് സംതിങ്. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ വി ആർ ഗോയിങ് ടു പ്ലേ സംതിങ്. ഐ എം ഗോയിങ് ടു ടോക്ക് ടു മൈ ഫാദർ. ഷീ ഈസ് ഗോയിങ് ടു ടേക്ക് എ ബാത്ത്. വി ആർ ഗോയിങ് ടു ടോക്ക് സംതിങ് അബൌട്ട്. ഞങ്ങൾ ചിലതിനെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്. ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ. ഒരു കാര്യം ചെയ്തു എന്ന് പറയാം. ഐ സ്ലെപ്റ്റ് ഞാൻ ഉറങ്ങി. അല്ലെങ്കിൽ ഐ വെന്റ് ടു സ്ലീപ്പ് ഞാൻ ഉറങ്ങാൻ പോയി. എക്സ്ക്യൂസ് മീ അഗെയിൻ, കേട്ടില്ല. നോ ഐ വെന്റ് ടു സ്ലീപ്പ്. അതായത് നമ്മൾ ആ വാക്കിൻ്റെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കിൻ്റെ ഫസ്റ്റ് ഫോമിന് മുമ്പിൽ ടു ചേർത്ത് കഴിഞ്ഞാൽ ആൻ എന്നുള്ളൊരർത്ഥത്തിലേക്ക് വരും. അതായത് പോവുക, ഗോ ആണെങ്കിൽ ടു ഗോ, പോകാൻ, ടു കം വരാൻ, ടു സി പഠിക്കാൻ,
ടു ടേക്ക് എടുക്കാൻ, ടു ആസ്ക് ചോദിക്കാൻ, ടു തിങ്ക് ചിന്തിക്കാൻ, ടു വാക്ക് നടക്കാൻ. അപ്പം ഞാൻ ഉറങ്ങാൻ പോയി എന്ന് പറയുമ്പം ഐ വെൻറ്റ് ടു സ്ലീപ്പ്. അവിടെ കംപ്ലീറ്റ് ആയതൊന്നേ ഉള്ളൂ പോയി എന്നുള്ളത്. ഉറങ്ങിയോ എന്ന് പറയുന്നില്ല, ഉറങ്ങാൻ പോയി എന്നേ പറയുന്നുള്ളൂ. ഉറങ്ങാൻ പോയാൽ ഉറങ്ങണം എന്നില്ലല്ലോ, കുളിക്കാൻ പോയാൽ കുളിക്കണം എന്നില്ലല്ലോ, കളിക്കാൻ പോയാൽ കളിക്കണം എന്നില്ലല്ലോ. അപ്പോൾ അവിടെ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ പോയി എന്നുള്ളത്. അതുകൊണ്ടാണ് ആ പോയി എന്നുള്ളത് മാത്രം നമ്മൾ രണ്ടാമത്തെ രൂപം ഉപയോഗിക്കുന്നത്. ഷീ വെൻറ്റ്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഒന്നുകൂടി പറഞ്ഞേ, നേരത്തെ പറഞ്ഞ കാര്യം. ഞാൻ ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങാൻ പോയി എന്നൊന്നുകൂടി പറഞ്ഞേ. ആഫ്റ്റർ ഹാവിങ് മൈ ബ്രേക്ക്ഫാസ്റ്റ്, ഭക്ഷണം കഴിച്ച ഉടനെ അല്ലേ? ആഫ്റ്റർ ഹാവിങ് മൈ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ അതല്ലേ പറയാൻ പോയത്? ആഫ്റ്റർ ഹാവിങ് മൈ ബ്രേക്ക്ഫാസ്റ്റ് പറയൂ. I went to sleep. I went to sleep. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങാൻ പോയി എന്നാണ്. ഉറങ്ങിന്ന് പറയാൻ അങ്ങനെ ഒന്നും പറയണ്ട. ഉറങ്ങിന്ന് പറയാൻ ഐ സ്ലെപ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾ ഉറങ്ങാൻ പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഐ വെന്റ് ടു സ്ലീപ്പ്, ഞാൻ ഉറങ്ങാൻ പോയി. ടുഡേ ഹാഡ് എ സ്മോൾ പ്രോഗ്രാം. ടുഡേ ഹാഡ് ആർക്കുണ്ട്? അപ്പൊ ഐ അല്ല മുന്നിലേക്ക് വരേണ്ടത്. ഐ ഹാഡ് എ സ്മോൾ പ്രോഗ്രാം ടുഡേ. ഐ ഹാഡ് എ സ്മോൾ പ്രോഗ്രാം ടുഡേ പറഞ്ഞോ. I had a small program today. അർത്ഥം എന്താണ്? എനിക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്ന് പറയാനാണ് അങ്ങനെ പറയാം. എൻ്റെ വീട്ടിലൊരു പരിപാടി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ അങ്ങനെയല്ല പറയാം. അപ്പം എങ്ങനെ പറയാം? പറഞ്ഞ അടുത്ത ആൾ പറഞ്ഞ എൻ്റെ വീട്ടിലൊരു പരിപാടി ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞത് എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ സ്മോൾ പ്രോഗ്രാം ഇൻ മൈ ഹൗസ് ടുഡേ. എൻ്റെ വീട്ടിൽ എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. എനിക്കെന്നുള്ള ഒഴിവാക്കിയിട്ട് വീട്ടിലൊരു പരിപാടി ഉണ്ടായിരുന്നു പറയുമ്പോൾ ദർ വാസ് എ പ്രോഗ്രാം ഇൻ മൈ ഹൗസ്. ദർ വാസ് എ സ്മോൾ പ്രോഗ്രാം ഇൻ മൈ ഹൗസ്. ദർ വാസ് എ സ്മോൾ പ്രോഗ്രാം ഇൻ മൈ ഹൗസ്. രണ്ടായിട്ട് പറയാം നമുക്ക്. അതായത് ചില കാര്യങ്ങൾ നമുക്കുണ്ടായിരുന്നു, എനിക്കുണ്ടായിരുന്നു, അവൾക്കുണ്ടായിരുന്നു, അവനുണ്ടായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ അവിടെയാണ് ഹാഡിൻ്റെ പ്രസൻസ് അവിടെ വരുന്നത്. ഹാഡ് അവൾക്കുണ്ടായിരുന്നു, ഷീ ഹാഡ് എ പ്രോഗ്രാം. എനിക്കുണ്ടായിരുന്നു, ഐ ഹാഡ് എ പ്രോഗ്രാം അല്ലേ? എൻ്റെ പാരൻസ് ഉണ്ടായിരുന്നു, മൈ പാരൻസ് ഹാഡ് എ പ്രോഗ്രാം. അത് വീട്ടിലുണ്ടായിരുന്നു എന്ന് മാത്രം പറയുമ്പോൾ ദർ വാസ് എ പ്രോഗ്രാം ഇൻ മൈ ഹൗസ്. ദർ വാസ് എ പ്രോഗ്രാം. മനസ്സിലായില്ലേ? അവിടെ ദർ വാസും ഐ ഹാഡും ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ ഹാഡ് വെച്ച് പറയുമ്പം ആർക്കെങ്കിലും ഉണ്ടായിരുന്നു എന്നും വോസും വേറൊക്കെ വെച്ച് പറയുമ്പം അവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ ആളുണ്ടാവില്ല മീൻസ് ആര് പ്രോഗ്രാമാണെന്ന് പറയില്ല. അതാണ് വ്യത്യാസം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയും. എൻ്റെ കമ്പനിയിൽ നിന്നൊരു പരിപാടി ഉണ്ടായിരുന്നു എന്ന് പറയാം. ദർ വാസ് എ പ്രോഗ്രാം ഇൻ മൈ കമ്പനി. ദർ വാസ് എ പ്രോഗ്രാം ഇൻ മൈ കമ്പനി. കാരണം ആരെ പരിപാടി എന്ന് പറയുന്നില്ല, എൻ്റെ കമ്പനിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു പറയുമ്പോഴേ അവിടെ ഹാഡിലേക്ക് വരുന്നുള്ളൂ. ഐ ഹാഡ് എ പ്രോഗ്രാം അല്ലേ? ഓക്കെ. ദെൻ വി വർ ഫുൾ എന്ന് പറഞ്ഞാലും മതി. വി വർ ഫുൾ. Okay. There her husband grilled some fish for us. Her husband grilled some fish for us. ഹസ്ബൻഡ് ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് ഫിഷ് ഗ്രിൽ ചെയ്തു എന്നല്ലേ? her husband grilled some fish for us. ഞങ്ങൾക്ക് വേണ്ടി ഹസ്ബൻഡ് കുറച്ച് ഫിഷ് ഗ്രിൽ ചെയ്തു എന്നല്ലേ? ഫോർ അസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി എന്നാണ്. അപ്പോൾ നമുക്ക് ആ ഫോറ് നമുക്ക് എനിക്ക് വേണ്ടി, അവൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, എൻ്റെ രാജ്യത്തിന് വേണ്ടി, എൻ്റെ ക്ലാസ്സിന് വേണ്ടി, എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി എന്നൊക്കെ പറയാൻ ഫോർ വെക്കാം. ഫോർ മൈ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി. ഫോർ മൈ കൺട്രി, എൻ്റെ രാജ്യത്തിന് വേണ്ടി. ഫോർ മൈ ഫ്യൂച്ചർ, എൻ്റെ ഭാവിക്ക് വേണ്ടി. ഇങ്ങനെയൊക്കെ. അവളുടെ ഹസ്ബൻഡ് എന്നുള്ള ഹെർ ഹസ്ബൻഡ് ഗ്രിൽഡ് സം ഫിഷ് ഫോർ അസ്. Yeah. Then
വി എയ്റ്റ് ഫുഡ്. ഞങ്ങൾ ഫുഡ് കഴിച്ചു എന്നാണോ? ദെൻ അപ്പോൾ എനിക്ക് വയറ് നിറഞ്ഞു എന്ന് പറയാനും ഐ ആം ഫുൾ എന്ന് പറഞ്ഞാൽ മതി. ഐ ആം ഫുൾ. അപ്പം ഞങ്ങൾക്ക് വയറ് നിറഞ്ഞു. വി വേർ ഫുൾ. വി വേർ ഫുൾ. അപ്പോൾ അറ്റ് പ്രസൻറ്റിൽ പറയുമ്പോൾ വി ആർ ഫുൾ. വി ആർ ഫുൾ. പക്ഷെ ഇപ്പം പറയുന്നു വി വേർ ഫുൾ. ആ സമയത്ത് വയറ് നിറഞ്ഞിരുന്നു. വി വേർ ഫുൾ. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് we cleaned our plates. Okay, we washed our plates. We washed our plates. Then what? We washed our plates. Then we reached home. We drank a cup of tea. I called my parents. Yeah. Now I am attending my class. Now I am attending my class. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ചെയ്യുന്ന കാര്യം അങ്ങനെ ഐ ആം അറ്റൻഡിങ് മൈ ക്ലാസ് ചെയ്തുകൊണ്ട് പറയാണ് അല്ലേ? ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് പറയാണ് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പം ഐ ആം അറ്റൻഡിങ് മൈ ക്ലാസ്. ഐ ആം ലിസണിങ് ടു യു. ഐ ആം ടോക്കിംഗ് ടു യു. ഐ ആം ടീച്ചിങ് യു സംതിങ്. ഐ ആം ഡിസ്കസിങ് സംതിങ് വിത്ത് യു. ഓക്കെ, അങ്ങനെയൊക്കെയാണ് പറയാം. Okay, great then.